വൈഗ ന്യൂസിൻ്റെ പാലായിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയെ എത്തിയിരിക്കുന്നത് പ്രശസ്ത നടൻ സതീഷ് ഭാസ്കറാണ്. നിരവധി ഷോർട്ട് ഫിലിമിലൂടെയും അതുപോലെ തന്നെ സിനിമയിലൂടെയും താങ്കൾ ശ്രദ്ധേയനാണല്ലോ. ഇതെങ്ങനെയാണ് ഈ സിനിമാ രംഗത്ത് താങ്കൾ എത്തിയത്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അഭിനയത്തോട് താല്പര്യമുണ്ട്. നാടക അഭിനയം ഉണ്ടായിരുന്നു. പിന്നെ മിമിക്രി, മോണാക്ട്, ഫാൻസി ഡ്രസ്സ് അങ്ങനെ ഉള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് സഹകരിച്ച് വന്നുകൊണ്ടിരുന്നു. പിന്നെ അത് കോളേജ് തലത്തിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ മിമിക്രി കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നീട് കുറച്ചു കാലം ഇതിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി. അതിനുശേഷം പിന്നെ പ്രൊഫഷണലായിട്ട് ഒരു നാടക സമിതിയിൽ വർക്ക് ചെയ്യുകയുണ്ടായി. ഏത് നാടക സമിതിയിലാണ് വർക്ക് ചെയ്തത്? ഞാൻ ഇപ്പോൾ 2-3 സമിതി പോയി പ്രൊഫഷണലായിട്ട്. ആദ്യം ചെന്നത് അങ്കമാലി അമൃത ആയിരുന്നു. അതിനുശേഷം പിന്നെ തിരുവനന്തപുരം സവിനയ, പിന്നെ നമ്മുടെ സായികുമാരൻ എൻ്റെ സിസ്റ്റർ ശോഭ ചേച്ചിയൊക്കെയുള്ള ഓച്ചിറ ജനനി, അതിനകത്ത് 2 വർഷത്തോളം നിന്നു. ഏറ്റവും കൂടുതൽ കാലം നിന്ന് അവിടെയാണ് ഏറ്റവും കൂടുതൽ. സായികുമാറിൻ്റെ ആ സമിതിയിലാണ് കൂടുതൽ കാലം വർക്ക് ചെയ്തത്. അങ്ങനെ ഈ ഫീൽഡ് ആയിട്ട് നാടക സമിതിയിൽ ഉണ്ടായിരുന്നു പ്രൊഫഷണലായിട്ട്. ഒരുപാട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ജില്ലകളിലെല്ലാം തന്നെ നാടകവുമായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ആ സമയത്ത് ഇങ്ങനെ ഷോർട്ട് ഫിലിമുകളൊക്കെ കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം ഇതിൽ നിന്നൊക്കെ വിട്ട് മാറി നിന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് തന്നെ. ഏകദേശം എത്ര ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ട് കാണും? ഷോർട്ട് ഫിലിം ഇപ്പോൾ പറഞ്ഞാൽ ഒരു 10-50 അടുത്ത് ഉണ്ടാവും. ആൽബങ്ങൾ കുറേ ചെയ്തു. ഷോർട്ട് ഫിലിം 10-50 അടുത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഷോർട്ട് ഫിലിമിലൂടെയാണോ താങ്കൾ സിനിമയിലെത്തിയത്? ഷോർട്ട് ഫിലിം പിന്നെ സിനിമാ മോഹം പണ്ടോട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിലാഷ് സാറ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞാൻ അറിഞ്ഞതും. അവിടെ യാദൃശ്യവശാൽ അവിടെ എൻ്റെ സുഹൃത്ത് ജോബൻ്റെ കൂടെ അവിടെ ചെല്ല് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ സാറുമായിട്ട് സംസാരിച്ച് അവിടെ ഒരു വേഷം പറഞ്ഞു. അങ്ങനെ കൊന്നപ്പൂക്കളും മാമ്പഴവും എന്ന് പറയുന്ന ഒരു സിനിമ, അത് കുട്ടികളുടെ ചിത്രം, അതിനകത്ത് ഒരു വേഷം ചെയ്തു. അവിടെയാണ് നമ്മൾ സിനിമയിൽ ആദ്യത്തെ സിനിമ കൊന്നപ്പൂക്കളും മാമ്പഴവും. അതെ, അങ്ങനെയാണ് അതിനകത്ത് വന്നത്. അതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് 3-4 പടങ്ങൾ ചെയ്യാൻ സാധിച്ചു. ശ്രദ്ധേയമായ സിനിമ ഏതാണ്? ശ്രദ്ധേയമായിട്ട് ഇപ്പോൾ വന്നത് അഭിലാഷ് സാറിൻ്റെ തന്നെ കർത്താവ് ക്രിയാകർമ്മം എന്ന പടം ഇപ്പോൾ റിലീസാകാൻ പോകുന്നു. അതിനകത്ത് നായകനായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സൈജു കുറുപ്പ് നായകനായിട്ട് അഭിനയിച്ച നമ്മുടെ പാപ്പച്ചനൊളിവിലാണ് എന്ന സിനിമയ്ക്കകത്ത് ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ വേഷം ഞാൻ കണ്ടു. ഒരു എക്സൈസ് അല്ല, സോറി, ഫോറസ്റ്റ് സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥനായിട്ട് വേഷം ചെയ്തു. അതിന് മുമ്പ് കുമാരി എന്ന സിനിമയിൽ ഐശ്വര്യലക്ഷ്മി നായികയായിട്ട്, അതിനകത്ത് ഐശ്വര്യയുടെ അമ്മാവൻ്റെ വേഷം ചെയ്യാൻ സാധിക്കും. പിന്നെ വേറെ സുനീഷ് നീണ്ടൂർ, അദ്ദേഹത്തിൻ്റെ ഒരു 2-3 ചിത്രങ്ങൾ അഭിനയിച്ചു. ഒരെണ്ണത്തിനകത്ത് മെയിൻ വില്ലനായിട്ട്, പക്ഷേ പടം ഇറങ്ങിയിട്ടില്ല, വരുന്നതേ ഉള്ളൂ. മുഷി എന്നൊരു പടം, അതിനകത്ത് പ്രധാന വില്ലനായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവിൻ മാത്യുവിൻ്റെ പടം 2 പടത്തിൽ ഇപ്പോൾ ചെയ്തു. അതിൽ ഒരെണ്ണം യൂട്യൂബിൽ റിലീസായി, ഈശൻ എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് നായക വേഷമായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്തത് വേറെ നിധി എന്ന് പറയുന്ന സിനിമ, വർക്ക് തീർന്നു. അതിൻ്റെ ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, സ്റ്റുഡിയോ വർക്കുകൾ. അപ്പോൾ ഈ 3 സിനിമകൾ ഇപ്പോൾ താങ്കൾ നായകനായിട്ട് അഭിനയിച്ചല്ലേ? ഈ നിധിയിലെ നായകനല്ലേ? അതെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ മലയാള സിനിമയിലെ പല പ്രശസ്ത ആൾക്കാരുമുണ്ട്. പാലായിൽ തന്നെയാണ് ചാലുപാല. അതുപോലെ തന്നെ സിനിമയിൽ പല 100-300 സിനിമകൾ അഭിനയിച്ചിട്ടും നായകനായിട്ട് അഭിനയിക്കാൻ പലർക്കും അവസരം കിട്ടിയിട്ടില്ല. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അതിപ്പം എന്താ ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് പറയാ, ചാലിപാലായി എന്നെ ഒന്നും വെച്ച് കമ്പയർ ഒരുപാട് വലിയ നടനാണ്. അദ്ദേഹത്തിന്റെ ആ പ്രായത്തിനനുസരിച്ച് അത് ഓരോ ഡയറക്ടർമാരുടെ കാഴ്ചപ്പാടാണല്ലോ. ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ അവരുടെ മനസ്സിൽ ഒരു കഥാപാത്രം എങ്ങനെയാവുമെന്നും അതിന് പറ്റിയ നടനാരായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ്. അപ്പം ചാലി ചേട്ടനെ സംബന്ധിച്ച് ചിലപ്പോൾ അതിനുള്ള ഒരു ആയിട്ടുള്ള വന്നിട്ടുണ്ടാവില്ല. അദ്ദേഹം വലിയ വലിയ സിനിമകളിൽ, അതിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പോലെയൊക്കെ അഭിനയിച്ചു. നമുക്ക് അതിനുള്ള സാഹചര്യം. മോഹൻലാലിലൂടെ ചെറിയൊരു വേഷം ചെയ്തത്, അത് നമ്മുടെ ആറാട്ടം എന്ന സിനിമയ്ക്കകത്ത്. അത് എൻ്റെ സുഹൃത്ത് നമ്മുടെ ബോബി സത്യശീലൻ എന്ന് പറഞ്ഞ അദ്ദേഹം ചീഫ് അസോസിയേറ്റ് ആണ്, ഡയറക്ടറാണ്. അദ്ദേഹത്തിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് അദ്ദേഹം വിളിച്ചാണ് ഈ 3 പടങ്ങളിലും, ഇത് 3ലും വെച്ചാൽ കുമാരിയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പാപ്പച്ചനൊളിവിലാണ്
ആറാട്ട്, ഇതിലെല്ലാം തന്നെ ബോബിയുടെ ഒരു ശ്രമഫലമായിട്ട് കിട്ടിയ വേഷങ്ങളാണ്. ഈ നാടകത്തിലൂടെയാണല്ലോ അഭിനയ രംഗത്തേക്ക് വന്നത്. ഈ നാടകവും സിനിമയും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു? അത് കൂടുതലും നമുക്കൊരു ചെയ്യാനായിട്ട് തോന്നുന്നത്, കൂടുതൽ അഭിനയിക്കാൻ പറ്റുന്നത് നാടകമാണോ അതോ സിനിമയാണ്? നാടകത്തിലും സിനിമയിലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം നാടകത്തിൽ ഓവർ ആക്ഷൻ ചെയ്യേണ്ടി വരും. കാരണം സ്റ്റേജിൽ നിന്ന് നമ്മൾ കളിക്കുമ്പോൾ ഒരുപാട് ദൂരെ ഇരിക്കുന്ന പ്രേക്ഷകന് നമ്മുടെ ആ മുഖഭാവം അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ വേരിയേഷൻ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അവസരം. അപ്പോൾ ഓവർ ആക്ഷൻ വേണ്ടി വരുന്നുണ്ട്. അതാണ് നാടകീയത എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. സിനിമയിലാകുമ്പം ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു ഭാഗം ചെയ്ത് കഴിയുമ്പം ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റീടേക്ക് ചെയ്യാൻ പറ്റും. നാടകത്തിൽ ഒരിക്കലും പറ്റത്തില്ല. നാടകത്തിൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ കാണികൾ അവിടുന്ന് കല്ലെടുത്ത് എറിയുകയോ തെറി വിളിക്കുകയോ ചെയ്യും. പക്ഷെ നാടകത്തിൽ നമ്മൾ ആ നാടകം കാണാതെ പഠിച്ച് അത് അവിടെ വെച്ച് ചെയ്തു പോവുകയാണ്. സിനിമയെ സംബന്ധിച്ച് അതല്ല. പിന്നെ ഡബ് ചെയ്യാൻ അവസരമുണ്ട്. ഇപ്പം പിന്നെ അത് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും സിനിമയിൽ നമുക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ റീടേക്ക് ചെയ്യാം. അത്രയും ഓവറായിട്ടുള്ള ആക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. നാച്ചുറലായിട്ടുള്ള ഒരു നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ജീവിതത്തിൽ പോയിരുന്ന അതേ രീതിയിൽ അങ്ങ് പോയാൽ മതി. ഈ ഷോർട്ട് ഫിലിമുകൾ ഇഷ്ടംപോലെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഈ ഷോർട്ട് ഫിലിമുകൾ എങ്ങനെയാണ് ഒരു സിനിമ വെച്ച് നോക്കുമ്പം? ഷോർട്ട് ഫിലിമിന് സിനിമയെന്ന് വെച്ചാൽ സിനിമയുടെ ചെറിയൊരു ഭാഗമെന്ന് പറയാൻ പറ്റുള്ളൂ, വ്യത്യാസവും വരുന്നുള്ളൂ. പിന്നെ അതിനകത്ത് എന്താ പറയുന്നത്, ഷോർട്ട് ഫിലിം ഈ സിനിമ പോലെ വലിയ ബിഗ് സ്ക്രീനിൽ വരുന്നില്ല. ഒന്നെങ്കിൽ യൂട്യൂബിലോ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പിന്നെ അതിനകത്ത് ചിലത് നല്ല ആണെങ്കിൽ വ്യൂവേഴ്സ് കൂടുതലുണ്ടാവും. ഇതിപ്പം ആൾക്കാർ വഴിയിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ ബിഹേവിയർ ചെയ്യാറുണ്ടോ? അത്രയ്ക്കൊന്നും ഫേമസ് ആയിട്ടില്ല. അല്ല, അതല്ലേ ചോദിച്ചത്. അതല്ലേ ഉദ്ദേശിച്ചത്. നമ്മുടെ സ്വന്തം നാട്ടിലാണെങ്കിലും നാട്ടിലെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ചിലർ കളിയാക്കി ചോദിക്കാറുണ്ട്, ഇന്ന് അഭിനയമൊന്നുമില്ലേ എന്ന്. അത് നമ്മളെ പരിഹസിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നത്. പിന്നെ ചിലർ സീരിയസ് ആയിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്, പുതിയ പടമാണോ ഉണ്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അടുത്തൊരു പുതിയ വർക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ പൂജ കഴിഞ്ഞു. അതായത് ഡോക്ടർ ബെനറ്റ് എന്ന് പറഞ്ഞ പടം, അതിൻ്റെ പൂജ കഴിഞ്ഞു. ഇപ്പം ഫെബ്രുവരി മാർച്ച് ആദ്യത്തോടെ ഷൂട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറേ വർക്കുകൾ പുതുതായിട്ട്. പിന്നെ നമ്മൾ കൂടുതലും സിനിമയിലോട്ട് വരണമെങ്കിൽ അത് എന്താ പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം കിട്ടി, അതിലൂടെ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട വേഷമെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിമിതിക്കുള്ളിൽ നിൽക്കുന്നത്, അതിനപ്പുറത്ത് വരുന്നില്ല. കൂടുതൽ സിനിമ ഡയറക്ടർമാരോ അല്ലെ അസോസിയേറ്റ് ഡയറക്ടർമാരോ ഒക്കെ കണ്ട് നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ അവരെ സമീപിച്ച് ഒക്കെയാണ് കൂടുതൽ സിനിമയിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത്. ഈ ഭക്തിഗാനങ്ങൾ കുറച്ച് കേട്ടുള്ളൂ, ക്രിസ്ത്യ ഭക്തിഗാനങ്ങൾ ഉണ്ട്. ഹിന്ദു ഡിവോഷൻ സോങ്ങും ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്ങും കുറേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രണയാർ അങ്ങനെയുള്ള കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഹിറ്റായിട്ടുണ്ടോ? ചിലത് ഒന്ന് രണ്ടെണ്ണം ഹിറ്റായ പടങ്ങളുണ്ട്. ഒരു ഓണപ്പാട്ടൊക്കെ നന്നായിട്ട് ഹിറ്റായ ഒരു ഇത് വന്നിട്ടുണ്ട്, ഓണത്തിനുള്ള ഒരു ഇതൊക്കെ. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കണ്ട പലതും ഉണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഷോർട്ട് ഫിലിം ഏതാ? പാഷൻ ഷൂട്ടിലെ ഫാദർ ഡയറക്റ്റ് ചെയ്തൊരെണ്ണം വന്നായിരുന്നു, തിരിച്ചറിവെന്ന് പറയുന്നത്. അത് വളരെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സാധനമാണ്. പിന്നെ മുമ്പ് വിനയകുമാർ ചെയ്ത ഒന്ന് രണ്ടെണ്ണം ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ ദ റൈറ്റ് കോള്, അങ്ങനെ ഒരെണ്ണം ശ്രദ്ധിക്കപ്പെട്ട സാധനം വന്നിട്ടുണ്ട്. കുമാരി എന്ന സിനിമയിൽ പാട്ട് സീനിലുണ്ടായിരുന്നു. കുമാരി എന്ന സിനിമ പാട്ട് സീനിലുണ്ടായിരുന്നു. അതുകൂടാതെ ഐശ്വര്യലക്ഷ്മിയാണ് നായിക. നായികയ്ക്ക് കല്യാണാലോചന വരുമ്പം ഞങ്ങൾ 3 അമ്മാവന്മാരാണ്. അപ്പോൾ അതിനകത്ത് കണ്ട തിരിച്ചറിയത്തില്ല കേട്ടോ, ക്ലീൻ ഷേവാണ് വേഷം. അതിനകത്ത് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം. അപ്പം അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അത് പഴയ ഒരു തറവാട്, അവിടെ പായ വിരിച്ച് നിലത്തിരുന്ന് പഴയ ആ ഓട്ടു പാത്രത്തിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു രീതിയാണ്. അപ്പോൾ അവിടെ കുമാരിയോട് ഒരു കല്യാണാലോചന വരുന്ന സംസാരിക്കുന്ന ഭാഗമാണ്. അപ്പം അങ്ങനെ വന്ന് ചൂടാകുന്നു, അതേപോലെ നമ്മൾ തിരിച്ച് സംസാരിക്കും. അങ്ങനെ കുറേ സാധനമാണ്. വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. അത് പൃഥ്വിരാജ് നിർമ്മിച്ച പടമാണ്. പൃഥ്വിരാജ് നിർമ്മിച്ച പടമാണ്. അതുപോലെ പൃഥ്വിരാജിനെ പോലെ ആളുകൾ നിർമ്മിച്ച പടത്തിലേക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്കൊരു തീർച്ചയായിട്ടും അത് വലിയ കാര്യമാണ്. അതിന് ഞാൻ എപ്പോഴും നന്ദി പറയേണ്ടത് എൻ്റെ പ്രിയ സ്നേഹിതന് ചീഫ് അസോസിയേറ്റ് ബോബി സത്യശീലനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം പ്രകാരം എനിക്ക് കിട്ടിയൊരു വേഷമാണത്.
അത് വളരെ നല്ല വേഷമായിരുന്നു ഞാൻ കണ്ടായിരുന്നു. അതുപോലെ തന്നെ പാപ്പച്ചനിലെ തീർച്ചയായിട്ടും ആറാട്ടി പക്ഷേ ആ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ആറാട്ടിൽ ഇതിന് മുമ്പ് എനിക്ക് 2-3 പ്രാവശ്യം ബോബി എന്നെ വിളിച്ചെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് പല അസൗകര്യങ്ങളുണ്ടായി അവിടെ ചെല്ലാൻ സാധിക്കാതെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് പ്രത്യേക താല്പര്യം വെച്ച് വന്ന് ഇതിനകത്തൊരു വേഷം ചെറുതുള്ളൂ വന്ന് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന ഒരു ചെയ്തതാണ്. മുമ്പ് പല പ്രാവശ്യം എന്നെ അതിന് മുമ്പ് ഫോറൻസിക് എന്ന പടത്തിൽ നല്ലൊരു വേഷം തന്നിട്ട് എന്നെ വിളിച്ചു. പക്ഷെ അന്നും എനിക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യം വന്നു. അത് കഴിഞ്ഞ് വേറൊക്കെ വിളിച്ചപ്പോൾ അന്ന് കോഡ് പിടിച്ച് കിടപ്പിലായി. നമ്മുടെ സമയം ശരിയല്ലായിരുന്നു, അപ്പോഴാണ് ആയി വന്നത്. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ എസ് അഭിലാഷിൻ്റെ 2 ചിത്രങ്ങൾ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ അഭിനയത്തിൻ്റെ പറ്റിയുള്ളതെന്ന് പറയാമോ? അതിനകത്ത് അഭിലാഷ് സാറ് നമ്മൾ നല്ല സുഹൃത്തായിട്ടും അദ്ദേഹം തന്നെ അവിടെ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്ന എല്ലാ രീതിയിലും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊരു വലിയ സെറ്റ് പോലെ ഇത് ചെറിയ ഒരു സംവിധാനത്താണ്. അദ്ദേഹം ഒരുപാട് ഓളം വെച്ചെന്നുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കത്തില്ല. പിന്നെ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള അദ്ദേഹത്തോടൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുമുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, കാരണം വെച്ചാൽ ഇതിനകത്ത് ഇപ്രാവശ്യം വന്ന കർത്താവ ക്രിയാകർമ്മ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ 5 വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ്. ഒരു കഥാപാത്രത്തിൻ്റെ 5 വ്യത്യസ്തമായ ഭാവങ്ങളാണ്. അത് അദ്ദേഹത്തിന് എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ആണ് എൻ്റെ കണക്കുകൂട്ടൽ. അത് പ്രത്യേകിച്ച് അഭിലാഷ് സാറിനോട് എപ്പോഴും നന്ദിയോടെ ഓർക്കും. അതുപോലെ തന്നെ എബിൻ മാത്യുവിൻ്റെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ഈശന്. ഇപ്പം 2ാമത് നിധി. ഈ അത് അദ്ദേഹമായിട്ടുള്ള തീർച്ചയായിട്ടും എബിന് എബിൻ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. സതീഷ് ചേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ കഥാപാത്രം എഴുതുന്നതെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ എന്നെ മനസ്സിൽ എനിക്ക് പറ്റുന്ന ഒരു കഥാപാത്രം എന്ന നിലയാണ് എബിനെ എഴുതിക്കൊണ്ടുവന്ന്. 2ാമത് ഇപ്പം നിധി എന്നതാണേലും അതിനകത്തും അതിനുവേണ്ടി തന്നെ അദ്ദേഹം എഴുതുകയെന്നാണ്. അതൊക്കെ പ്രത്യേകതയുള്ള സിനിമയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ലെങ്ത് ഉള്ള ഒരു പടം. ഇന്ന് കേരളത്തിലെ നല്ല, മലയാളത്തിലെ നല്ല, ഇന്ത്യയിൽ പറഞ്ഞാൽ തന്നെ ഏറ്റവും ലെങ്ത് ഉള്ള ഒരു സിനിമയായിട്ടാണ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അഭിലാഷിൻ്റെ കൂടെ ചെയ്യുന്നതാണോ എബിൻ്റെ കൂടെ ചെയ്യുന്നതാണോ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്നത്? അങ്ങനെ വെച്ചാൽ 2 പേരും നമ്മളുമായിട്ട് അത്രയും, കാരണം 2 പേരുടെയും സിനിമകളിൽ നായകവേഷം ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ കംഫർട്ട് എന്ന് പറഞ്ഞാൽ 2 പേരുടെയും ഒരുപോലെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എബിനാകുമ്പം എന്നെക്കാളും ഒരുപാട് ഇളയതാണ്. അപ്പോൾ എടാ പോടാന്ന് എനിക്ക് വിളിക്കാം. ഞാൻ അഭിലാഷ് സാറിനെ റെസ്പെക്ട് ചെയ്താണ് നിൽക്കുന്നത്. അതേ ഒരു അധ്യാപകനാണ്, എന്നോട് പറയാൻ അങ്ങനെ പെരുമാറുന്നത്. തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. 2 പേരും നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എബിൻ്റെ പടത്തിലും 2 ഒരുപോലെ തന്നെ, വ്യത്യാസമൊന്നും പറയാനില്ല. ആദ്യമായിട്ട് ആരുടെ ഷോർട്ട് ഫിലിമാണ് അഭിനയിക്കുന്നത്? ആദ്യം ഷോർട്ട് ഫിലിം അഭിനയിച്ചതെന്ന് പറയുന്നത് ശ്രീ രാജേഷ് തോമസ് വടക്കേമുറി, ചാലിവാലയുടെ പെങ്ങടെ മകൻ രാജേഷ് വടക്കേമുറിയുടെ കൂടെയാണ് ആദ്യമായിട്ട്. അത് പഴയ കാലത്ത് പഴയ VHS ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് അന്ന് ഡബ്ബിങ്ങോ അങ്ങനെ എഡിറ്റിങ്ങിനുള്ള സംവിധാനമൊന്നുമില്ല. അന്നേ കാലത്ത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 25 വർഷങ്ങൾക്ക് മുന്നേ അന്ന് ആദ്യം അങ്ങനെയാണ് രീതിയിലോട്ട് ഷോർട്ട് ഫിലിം എന്നതിലോട്ട് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിജു സുകുമാർ ചോദ്യത്തിൽ ഞാൻ അഭിനയിച്ചില്ല. പക്ഷേ ബിജുവിൻ്റെ ഒരു പ്രത്യേകതയുള്ള സാധനം ഇപ്പം ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഞാൻ മരിച്ചത്, അതൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അതിനകത്ത് ബിജുവിൻ്റെ കൂടെ ചെയ്തു. അതുകൂടാതെ ഈ കൊറോണ കാലത്ത് ഇരുട്ടുവാസു എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ 2 കഥാപാത്രങ്ങളെ മാത്രം വെച്ചുകൊണ്ട്, അതായത് ഒരു വില്ലൻ, ഒരു കള്ളനായിട്ട്. കൊറോണ കാലത്ത് ഒരു നിവൃത്തിയില്ലാതെ, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ പ്ലാവെ കയറി ചക്ക മോഷ്ടിക്കാൻ വരുന്ന ഒരു കള്ളൻ്റെ കഥ. അത് ബിജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയമുള്ളെങ്കിൽ പോലും ഇരുട്ടുവാസം ഒന്നും സാധനം ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് പാലായിലെ ഒരു കദളിക്കാട്ടിലച്ഛൻ്റെ ഒരു അത് ചെയ്തായിരുന്നു. അത് ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് നമ്മുടെ പാലായിലെ SHMലെ സിസ്റ്റേഴ്സ് ചെയ്ത സാധനം. അതിനകത്ത് കദളിക്കാട്ടിൽ അച്ഛൻ്റെ പിതാവിൻ്റെ ഒരു വേഷം. അത് വലിയൊരു ഭാഗ്യം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുക. കാരണം വെച്ചാൽ അത് വ്യത്യസ്തമായ കഥാപാത്രം. ഈ കണ്ടത്തിലും അതുപോലെ നല്ല പറമ്പിൽ പണിയെടുക്കുന്ന ഒരു കർഷകനായിട്ട്, പഴയ കാലം ഈ തൊപ്പിപ്പാളെ വെച്ച് ഒറ്റമുണ്ടെടുത്ത് പണിയെടുക്കുന്ന ഒരു കർഷകൻ്റെ വേഷമായിട്ട് ചെയ്യാൻ പറ്റി. അത് സിസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതിനകത്ത്, അങ്ങനെ ഒരു വേഷം തന്നത് തന്നെ. നിരവധി നാടകങ്ങളിലും അതുപോലെ തന്നെ ഹ്രസ്വചിത്രങ്ങളിലും മ്യൂസിക് ആൽബങ്ങളിലും സിനിമകളിൽ അഭിനയിച്ച് താങ്കൾക്ക് കൂടുതൽ നല്ല സിനിമകൾ ലഭിച്ച് കൂടുതൽ പ്രശസ്തനായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.